ഹായ് വ്യൂവേഴ്സ്, ആർജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ ഒരു കേക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞാൻ വലിയ ബേക്കറൊന്നും അല്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയ ഒരു ചെറിയ കേക്കിന്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം അതിനായിട്ട് ആവശ്യമായിട്ട് നമുക്ക് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെയാണ് ഈ അരിപ്പയിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അരിപ്പയിൽ അരിച്ചെടുക്കണം. നല്ലോണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്കോണം നല്ലോണം നമ്മൾ 2-3 ടൈംസ് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചു വെക്കണം. അതിന് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിക്കുമ്പോൾ കുറച്ചുകൂടെ കാണും, അതുകൊണ്ട് അത്രേ എടുത്തുള്ളൂ. അത്രയും പഞ്ചസാര നമുക്ക് പൊടിച്ച് മിക്സിക്കകത്ത് വെക്കാം. പിന്നെ അതിനായിട്ട് ആവശ്യമായിട്ട് ഞാൻ ഈ കേക്കിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയോടെ കൂടി അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഏത് ഫ്ലേവറാണോ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അന്നേരം മുട്ടയ്ക്കകത്ത് ആ മിക്സിനകത്ത് അഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വാനിലയാണ് ചേർത്തത്. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഈ മിക്സിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒത്തിരി പൊടി കട്ട കെട്ടി പോവാതെ സൂക്ഷിച്ച്, അത് കട്ട് ആൻഡ് ഫോൾഡ് എന്നൊക്കെ പറയും, എനിക്കിങ്ങനെയൊക്കെ അറിയാവത്തുള്ളൂ. എനിക്കറിയാവുന്നതിൻ്റെ കൂട്ട് അത് മിക്സ് ചെയ്തെടുത്ത് എല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. എല്ലാം കൂടി ഇട്ടാൽ ചിലപ്പം പറ്റത്തില്ല. ഇപ്പം ഈ മിക്സിനകത്തിടുമ്പോൾ നമുക്ക് ആ പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ലൂസ് ആ പരുവത്തിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എനിക്കിപ്പം ഈ മുട്ടയുടെ മിക്സിനകത്ത് മിക്സ് ചെയ്യാനുള്ള പൊടി മാത്രമേ ഉള്ളായിരുന്നു. ആ പൊടി അതിനകത്ത് മിക്സ് ശരിക്കായില്ലെങ്കിലത്തെ കാര്യം പറയുന്നത്, കുറച്ച് പാലും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 2 ടിന്നിലായിട്ട് മാറ്റി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2 ലെയറിന്റെ കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് 2 ടിന്നിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ചെറിയ ടിന്നിൽ കുറച്ചും വലിയ ബേസ് ആയിട്ടുള്ള വലിയ ടിന്നിൽ കുറേയേറെ മാവും മിക്സും കൂടെ ഒഴിച്ച് നമുക്ക് 2ആയിട്ട് ബേക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓവൻ ഇല്ല. ഓവന് പകരം ഞാൻ ഗ്യാസിൽ പാത്രം വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പം അത് നമ്മൾ ടിന്നിലോട്ട് ഒഴിച്ചിട്ട് പാത്രം ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു പോകും, അല്ലെങ്കിൽ കേക്കിനകത്ത് ഇങ്ങനെ കുഴിയായിട്ട് വന്നിരിക്കും. അപ്പോൾ എയർ ബബിൾസ് ടാപ്പ് ചെയ്ത് പുറത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഓവൻ സെറ്റപ്പിനകത്ത് വെച്ചു അത് ബേക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഐസിങ് ചെയ്യണം. ഐസിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കേക്കിനെ നമുക്ക് 3 ലെയറാക്കി മുറിച്ചെടുക്കണം. വലിയ കേക്കിനെ ആദ്യം ഞാൻ 3 ലെയറാക്കി മുറിച്ചെടുത്ത് സൂക്ഷിച്ച് മുറിച്ചെടുക്കണം. ചിലപ്പം പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്ത് മുറിച്ചെടുക്കാൻ. 3 ലെയറാക്കി 2 കേക്കും 3 ലെയറാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി എനിക്കറിയാവുന്നതിൻ്റെ കൂട്ടൊക്കെ ഞാൻ ക്രീം ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. വിപ്പിംഗ് ക്രീം അവിടെ ബീറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് കേക്കിൻ്റെ ബോർഡിനകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് തേച്ചിട്ട് നമുക്ക് ആ ഓരോ ലെയർ നമുക്ക് എടുത്ത് വെച്ചിട്ട് അതിനെ ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് മിൽക്ക് മെയ്ഡിൻ്റെയും പാലിൻ്റെയും കൂടെ മിക്സാണ് അതിനകത്ത് സ്പ്രെഡ് ചെയ്തത്. ഷുഗർ സിറപ്പ് ഒഴിച്ചാലും മതി. ഇപ്പം നെച്ചോട് ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് മിൽക്ക് മെയ്ഡും പാലും കൂടെ ചേർത്ത മിശ്രിതമാണ് അതിനകത്ത് സ്പ്രെഡ് ചെയ്തത്. അങ്ങനെ ഓരോ ലെയറും വെച്ചിട്ട് അതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ്സ് നട്ട്സും ഒക്കെ ഇടാം. അതൊന്നും ഞാൻ ആഡ് ചെയ്തില്ല. ഇപ്പൊ ഈ ലെയർ മാത്രം വെച്ച് വിപ്പിംഗ് ക്രീം വെച്ച് നമുക്ക് ലെയർ മാത്രം വെച്ച് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ.
ഉം, അങ്ങനെ സെറ്റ് ചെയ്തു. അത്ര ഫിനിഷിംഗ് ഒന്നും അല്ല, ഐസിങ് എന്നാലും എനിക്കറിയാവുന്നതിന്റെ കൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബേസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളിൽ ഡയറക്റ്റ് ചെറിയ കേക്ക് കൂടെ വെച്ചങ്ങ് ഐസിങ് ചെയ്യാൻ തുടങ്ങി ആദ്യം. അതാണ് അതിന്റെ മോൾ ഭാഗം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാനത് മാറ്റിയിട്ട് വീണ്ടും എടുത്ത് വേറൊരു പാത്രത്തിന്റെ മണ്ടയ്ക്ക് വെച്ചിട്ടാണ് രണ്ടാമത് ഐസിങ് ചെയ്യാൻ തുടങ്ങിയത് ചെറിയ കേക്ക്. പിന്നെ അതിൽ നിന്ന് എടുത്ത് അതിന്റെ മണ്ടയ്ക്ക് വെച്ച് അതിന്റെ മുകളിൽ വെച്ച് സെറ്റാക്കി. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് കളറേ ഉള്ളായിരുന്നു, യെല്ലോയും പിങ്കും. ആ കളർ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് പിന്നെ ഒരു ഹാപ്പി ആനിവേഴ്സറിയുടെ ഒരു കാർഡും വെച്ചു. ബസ് ഇത്രേ ഉള്ളായിരുന്നു നമ്മുടെ കേക്കിന്റെ ഡെക്കറേഷൻ. ആദ്യം ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിരുന്നു, മേളിൽ ഇങ്ങനെ ഈ ലൈനർ പോലെ. പക്ഷെ ഞാൻ അതിന്റെ പിന്നെ ചോക്ലേറ്റ് ഉരുക്കിയിട്ട് ഞാൻ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പേരെഴുതിയപ്പോൾ അത് മൊത്തം കുളമായി. അങ്ങനെ പിന്നെ പിന്നെ മൊത്തവും ഡിസൈൻ എല്ലാം ഒരുപോലെ ആക്കി. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കാണാനും കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കറിയാവുന്ന പോലെ ഞാൻ ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയ കേക്ക് മുറിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കി മുറിച്ച്. കേക്കിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ലതായിരുന്നു. ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ലാസ്റ്റില്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.